ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ വന്ന് ഒരാൾ മെസ്സേജ് ഇട്ടേക്കുക, ഈ സ്ത്രീ പറയുന്നത് വിശ്വസിക്കരുത്, ഈ സ്ത്രീ പറയുന്നത് എന്തുകൊണ്ടാണ് വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കണ്ട. പക്ഷേ എനിക്ക് കുറേ കസ്റ്റമറുണ്ട്, ഞാൻ ഒന്നും രണ്ടും കസ്റ്റമറിനല്ല, ഞാൻ ഒരു 10,000 പേരെയെങ്കിലും ഹെയർ ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കാരെല്ലാവരും ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന ഓരോരുത്തരുടെ ഹെയറും നിങ്ങളെല്ലാവരും നിങ്ങൾക്കൊക്കെ ഇച്ചിരിയെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാകുമല്ലോ, നോക്കിയാൽ മതി എന്തുമാത്രം റിസ്ക് എടുത്താണ് അവരെ അതേ ഒറിജിനൽ ഹെയർ പോലെ ആക്കി കൊടുക്കുന്നത്. ഒന്ന് കയറിയോ ഇറങ്ങിയോ ഒന്നും ഇരിക്കാതെ എല്ലാം ഞാൻ ഒരേപോലെ ഒരേ രീതിയിലാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. അവർ വേറൊരാൾ പിടിച്ച് നോക്കിയാൽ പോലും അവരെ ഹെയർ വെച്ചിട്ടുണ്ടെന്ന് അറിയാത്ത രീതിയിൽ അത്രയും റിസ്ക് എടുത്ത് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. അത് ഈ ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവരെ ഹെയർ വെച്ച് കൊടുക്കുന്നതെന്ന് അറിയാം. എന്നെ തെറി വിളിച്ചുകൊണ്ടും എനിക്ക് ബാഡ് മെസ്സേജ് ഇട്ടുകൊണ്ടും ബാക്കിയുള്ള ആൾക്കാരെ ഇപ്പം എൻ്റെ ഷോപ്പിൽ തന്നെ ഒരുപാട് പേര് ക്യാഷ് മുടക്കി ഓരോരുത്തർ ആൾക്കാരെ വിടുന്നുണ്ട്. വന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ബാഡായിട്ട് കമൻറ്റ് പറയുന്നവർക്കും പറയാം, എനിക്കതിലൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ എന്നെ വിശ്വസിച്ച് എന്നെ മാത്രം ആശ്രയിച്ച് കുറേ ആൾക്കാരുണ്ട്. ഇപ്പം എന്തൊക്കെ അസുഖങ്ങൾ കാരണം മുടി കൊഴിഞ്ഞു പോകുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ എന്താണെന്ന് നന്നായിട്ട് അറിയാം. അപ്പം എനിക്ക് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ചെയ്തേക്കുന്ന ഹെയറിൽ ഒരാളിൻ്റെ ഹെയർ പോലും അവരെ വേറൊരാൾ പിടിച്ച് നോക്കിയാൽ അത് വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്ന എനിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ കുരയ്ക്കുന്ന പട്ടികളെ മുന്നേ നമുക്ക് കല്ലെറിഞ്ഞുകൊണ്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം റോട്ടിൽ പട്ടികൾ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും, നമ്മളത് കല്ലെറിയാതിരിക്കുക എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പം ബാഡായിട്ട് കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബാഡായിട്ട് കമൻറ്റ് ചെയ്യുന്നവർ അവരെ ബിഫോറും ആഫ്റ്ററും കൂടി ഒന്ന് ഇടണം. ഞാൻ അവരെ ഹെയർ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ബാക്കിയുള്ളവർ കാണാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളെ ബിഫോറും ആഫ്റ്ററും കൂടി ഒന്ന് ഇട്ടിട്ടാണ് നിങ്ങൾ ഈ കമൻറ്റ് ചെയ്തെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി മനസ്സിലാകും. അതല്ലാതെ കയറി കമൻറ്റ് ഇടാതെ അതിൻ്റെ അടിയിൽ നിങ്ങളെ ബിഫോറും ആഫ്റ്ററും ഫോട്ടോയും കൂടി ഇടുക. ഞാൻ ചെയ്തതും കൂടി ആൾക്കാർ അറിയണ്ടേ? അപ്പോൾ അത് ന്യായമായുള്ളൊരു കാര്യമല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യുക. പിന്നെ ഇനി നിങ്ങൾ എന്ത് മെസ്സേജ് ഇട്ടാലും ആരെന്ത് മെസ്സേജ് ഇട്ടാലും എനിക്ക് പറയാനുള്ളത് ഹെയർ ആണ്, സൂക്ഷിച്ചാൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. നമ്മൾ ഒട്ടിച്ച് വെക്കുന്നതാണ്. അല്ലാതെ ഞാൻ ഹെയർ വേറെ ഒരു രീതിയിൽ എനിക്ക് വെക്കാൻ ഞാൻ ദൈവമല്ല. എനിക്ക് അറിയാവുന്ന രീതി, ഞാൻ പഠിച്ച രീതിയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. നിങ്ങൾ കെയർ ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങളെ ഹെയർ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റൂ.